ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദും കൂടെ വീടിൻ്റെ പുറത്തായിട്ട് ഇറങ്ങി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതു ഇതൊക്കെ കണ്ടിട്ട് അകത്തിങ്ങനെ ഇങ്ങനെ മറഞ്ഞ് നിൽക്കുവാണ്. ഗീതു ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പം വിജയലക്ഷ്മി ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദൻ ഇങ്ങനെ എന്നൊക്കെ പറയാം. എന്നിട്ട് ചോദിക്കും, നീ എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിൻ്റെ മഞ്ഞുരുകി വീഴുമോ? ആ മഞ്ഞുരുകി വീഴുമോ? ഇല്ല, മഞ്ഞുരുകി വീഴുന്നല്ല, എനിക്കിനി ദേഷ്യം വരുമോ? കുറച്ചും കൂടെ ദേഷ്യം വന്നാലോ എന്നോർത്താണ് ഞാൻ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാത്തതെന്ന് ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും. അപ്പോൾ പറയും, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിൻ്റെ അടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പറ, പറയാനുള്ളത് പറയാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവരിങ്ങനെ അപ്പോൾ ധ്യാൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൈസ തരാം, അതിപ്പോൾ ഞാൻ തന്നാന്നൊന്നും പറഞ്ഞ് ധ്യാന് കൊടുക്കണ്ട, അതല്ലാതെ തന്നെ അവന് കൊടുത്താൽ മതി എന്ന് ഗോവിന്ദ് പറയും. അപ്പോൾ പറയും, നീ ധ്യാനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിരുന്നത് വെറുതെ അല്ലേ? നീ അവനെ പൈസയുടെ കാര്യത്തിലാണോ ഇങ്ങനെ അളന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പൈസയാണ് നീ വലിയ കാര്യമായിട്ട് ഇപ്പോഴും നീ കരുതുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയല്ലേ പഠിപ്പിച്ചു വെച്ചതെന്ന് ചോദിക്കുന്നു. അത് ഞാൻ പഠിപ്പിച്ചു വെച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമല്ല, നിൻ്റെ രാധികാമ്മ പഠിപ്പിച്ചത് അതിൻ്റെ കുഴപ്പമാണ്. ഞാൻ പഠിപ്പിച്ചത് നിന്നെ നല്ല രീതിയിൽ തന്നെ, അതുകൊണ്ടാണ് ഇപ്പം നീ വലിയ ഗോവിന്ദ മുതലാളിയായിട്ട് ഇപ്പോഴും നീ ജീവിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ അവൻ്റെ അമ്മ പറയുവാണ്. അപ്പോഴത്തേക്കും ഗോവിന്ദൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറയുന്നുണ്ട്, നീ അവനിങ്ങനെ പൈസയൊന്നും കൊടുക്കണ്ട, അവന് ഇഷ്ടം, അവൻ മേടിക്കില്ല, അല്ല ഞാൻ കൊടുത്താന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. അപ്പോൾ അവനിങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3-4 കമ്പനിയിലൊക്കെ അവൻ പോയി നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല എന്ന് പറയുന്നു. അത് അവനിപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ഇനി അവിടെ നിന്ന് റിസൈൻ ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ജോലി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റിൻ്റെ ഇത്. ഇവിടുത്തെ കോർപ്പറേറ്റ് നിയമങ്ങളൊക്കെ ഗോവിന്ദൻ മുതലാളിയുടെ കമ്പനിക്കും ബാധകമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ജോലി വേണ്ടല്ലോ, അവൻ വേറെ കമ്പനിയിലൊക്കെയാണല്ലോ അന്വേഷിക്കുന്നത്. അതെ, അവനിപ്പോൾ എവിടേക്കോ കുറേ കമ്പനികൾ അന്വേഷിച്ചല്ല, എവിടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കമ്പനിയുടെ കാര്യം പറയുന്ന കേട്ടു, ഇത് കർണാടക മിനിസ്റ്ററുടെ ഒരു മോൻ്റെ കമ്പനി ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ അവൻ ട്രൈ ചെയ്തിരുന്നു, അത് നല്ല കമ്പനിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരും പറഞ്ഞത് റിസൈൻ ചെയ്തിട്ട് വാ എന്നുള്ള രീതിയിലാണ് അവരും സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് അവൻ്റെ അമ്മ പറയുവാണ്. അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നിപ്പോൾ അതെന്തെങ്കിലും കിട്ടുമോ എന്നെങ്ങനെയും നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ പറയാം, അത് ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിക്കാം, പക്ഷേ അത് ഞാൻ ആ വഴിയപ്പോൾ അങ്ങനെ കിട്ടിയതാണെന്നൊന്നും പറയണ്ട എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവരിങ്ങനെ അവിടെ നിന്ന് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും രഞ്ജു ഓടി വരുമോ ഗീതുവിനെ കണ്ടിട്ട്? ഓടി വന്നിട്ട് എന്താ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ അമ്മയും മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്കതിനെ ഒരു കോമഡി ആക്കി മാറ്റാം, നമുക്കിവിടെ നിൽക്കാം, അവരുടെ ഇപ്പോൾ ഒരു അവാർഡ് പടം പോലെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഞ്ഞുരുകിയോ എന്നൊക്കെ ചോദിച്ചാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അപ്പോൾ അന്ന് നമുക്ക് ചായ ഇടാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരോട് ഓരോന്നൊക്കെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, ഇപ്പോൾ കുറേ വർക്കുകളൊക്കെ വന്നിട്ട് അമ്മ പുറത്തെങ്ങും പോകണില്ല, ഇവിടുത്തെ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് നിൽക്കുവാന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തിരക്കിൽ നിന്നൊന്ന് മാറി നിൽക്കാമെന്ന് ഓർത്തായിരിക്കും അമ്മ പോകാത്തതെന്നിങ്ങനെ ഗീതു പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നെ വിചാരിച്ചായിരിക്കും പോകാത്തത്, ഇനിയിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമെന്നൊക്കെ, ഞാൻ ഇനി വല്ല കാമുകന്മാരുടെയും കൂടെ പോകുന്നോർത്താണോ എന്നൊക്കെ ഇങ്ങനെ രഞ്ജു ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഗീതു അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം, അമ്മയ്ക്ക് കുറേ കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീട്ടണം. അപ്പോൾ ചോദിക്കും, എന്ത് കടങ്ങളാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുറേ കടങ്ങളൊക്കെ ഉണ്ട്, അന്ന് ഗീതുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയില്ലേ, അന്ന് തന്നെ 25 ലക്ഷം രൂപ വേണമായിരുന്നു, അമ്മ അത് ആരോടേക്കോ കടം മേടിച്ചാണ് കൊടുത്തത്, അതൊക്കെ കൊടുത്തത് ഈ അടുത്ത ഇടയ്ക്കാണ് കൊടുത്തു തീർന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ഇനി വർക്കും കൂടെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ കുറേ സ്വത്തുക്കളുണ്ടെങ്കിലും അമ്മയ്ക്ക് അതൊന്നും വിൽക്കാനും താല്പര്യമില്ല, അതുകൊണ്ടും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെ അസുഖമുള്ള അതിൻ്റെ പേരിലായിരിക്കും അമ്മ പോകാത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ ഗീതു ഇങ്ങനെ മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, അതല്ലേ പ്രശ്നം, രഞ്ജു ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ ഉള്ളൂ പ്രശ്നം, അതിനുള്ള പരിഹാരം ഞാൻ ആലോചിച്ച് ഞാൻ പറഞ്ഞു തരാം, ഞാനിനി അതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നാൽ പോരെ, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗീതു രഞ്ജുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തിലേക്കാണ് ധ്യാൻ വരുന്നത്. അപ്പോൾ ധ്യാൻ വന്നിച്ച് പറയും, അവിടെ ചായ എടുക്കുവാണോ, എനിക്കും ഒരു ചായ വേണമെന്ന് പറയും. ധ്യാൻ നല്ല ചായ എടുക്കുന്ന ആളല്ലേ? അതെ. അപ്പം ധ്യാൻ പറയാം, എന്നാൽ ഞാൻ നല്ല ചായ എടുക്കാമെന്ന് പറയും. അപ്പം ഗീതു പറയാം, നിങ്ങൾ രണ്ടും കൂടെ ചായ എടുത്തോ, ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ എന്ന് ചോദിക്കും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, രണ്ടുപേരും നല്ല മൂഡിൽ നിന്ന് നല്ല പ്രണയത്തിൽ മൂഡിൽ നിന്ന് ചായ എടുക്കില്ലേ, അപ്പോൾ അതിൽ ഞാൻ ഇവിടെ നിന്നൊരു ശല്യമായിട്ട് നിൽക്കണില്ല, അത് ഞാൻ പോട്ടെ, നിങ്ങളിവിടെ നിന്ന് ക്യാരി ഓൺ എന്ന് പറഞ്ഞിട്ട്
ഗീതു അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ചായ കിടക്കുമ്പോഴത്തേക്കും ഗ്ലാസ്സിലേക്കൊന്നും അല്ല വീഴുന്നത്, അതെല്ലാം മുഴുവൻ ചായ എല്ലാം താഴത്തേക്ക് വീഴുവാണ്. അപ്പോൾ ചോദിക്കും ഇനി എന്ത് ചെയ്യും, ഇനി ആ ചായ എവിടെ കൊടുക്കും, ആർക്ക് കൊടുക്കും. അപ്പം കുറച്ച് ചായ ഉണ്ട്, അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ആ ട്രെയിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയും. ഗ്ലാസ്സിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഒഴിക്കുമ്പം അത് മുഴുവൻ താഴേക്ക് തന്നെയാണ് വീഴുന്നത്. അപ്പോൾ ചോദിക്കും ഇനി എന്ത് ചായ കൊടുക്കും. അപ്പോൾ പറയാം നമുക്ക് ഇനി കട്ടൻ ചായ എടുക്കാമെന്ന് പറയും. എന്നിട്ട് അങ്ങനെ അവൻ ധ്യാൻ പറയുന്നത് ഞാൻ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജു പറയും എൻ്റെ പൊന്നോ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് രഞ്ജു ചായയൊക്കെ എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും ചായയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുക. അതേസമയം ഗോവിന്ദ് പറയുന്നുണ്ട് എന്നാൽ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗീതും ഗോവിന്ദും കൂടെ പോകാൻ ഇറങ്ങുവാണ്. ആ സമയത്താണ് ഇവർ ചായയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഗീത് പാൽ ചായയാണല്ലോ എടുക്കുന്നതാണ്ട്, ഇതിപ്പോൾ കട്ടൻ ചായ. അത് പാൽ ചായയല്ല, നിലത്ത് ചാടി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ചായ കുടിക്കാനും ഗോവിന്ദ് വേണ്ട എന്നുള്ള രീതി പറയും. രഞ്ജു ഇങ്ങനെ എടുത്തതല്ലേ എന്നാൽ കുടിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോവിന്ദ് അങ്ങനെ കുടിക്കോട്ടെ, രഞ്ജു എടുത്ത ചായയാണല്ലോ എന്നോർത്ത്. ആ സമയത്താണ് ധ്യാനൊരു കോള് വരുന്നത്. അപ്പം ധ്യാൻ ആ കോള് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുമ്പം ധ്യാൻ എന്തോ ജോലി റെഡി ആയിട്ടുണ്ട്. അപ്പം ശരി ധ്യാനൊരു ജോലി റെഡിയായി. ആ കർണാടക പ്രൈം മിനിസ്റ്ററുടെ മോൻ്റെ ആ കമ്പനിയിൽ ധ്യാൻ ജോലി റെഡിയായി. അപ്പം നാളെ തന്നെ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞാണ് കോള് വന്നതെന്നൊക്കെ പറഞ്ഞ് ധ്യാൻ ഭയങ്കര സന്തോഷത്തോടെ പറയാം കേട്ടോ. ആ സമയത്ത് ആണ് ഗോവിന്ദൻ്റെ മുഖത്ത് വേറെ ഭാവവ്യത്യാസമൊന്നുമില്ല. ഗോവിന്ദ അതിന് മുന്നേ തന്നെ ഈ കമ്പനിയിൽ വിളിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ ജോലി കൊടുക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ധ്യാൻ പറയുകയും ചെയ്തു അവരെന്നോട് അവിടെ റിസൈൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്, പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു, കിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതെങ്ങനെയോ ജോലി ശരിയായി എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും കോർപ്പറേറ്റ് കമ്പനിയല്ലേ, അവർക്കുള്ളതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരാളെ അവർ സെലക്ട് ചെയ്ത് അത്രയോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അതിന് ശേഷം അവരവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഗീതു ഗോവിന്ദൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഗോവിന്ദന് ഒരു ഭാവവ്യത്യാസവും ഇല്ല. അപ്പം ഗീതുവിന് മനസ്സിലാവും ഇത് ഗോവിന്ദ് ഇടപെട്ടിട്ട് തന്നെയാണ്. അപ്പം ഇങ്ങനെ അവർ തിരിച്ച് പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സത്യം ഞാൻ ചോദിച്ച സത്യം പറയുമോ എന്നൊക്കെ ചോദിച്ചു. ഗോവിന്ദ് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലിയുടെ കാര്യമൊക്കെ ചോദിക്കുവാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഞാനൊന്നും ഇടപെട്ടിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അല്ല ഗോവിന്ദേട്ടൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്, എന്നാൽ ആ മുഖത്തെ എന്നും എനിക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാകും, മുഖത്ത് എന്ത് ഭാവവ്യത്യാസം ഉണ്ടല്ലോ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പറയാം. അപ്പോൾ അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുക വേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും, ഇതൊരു അല്ലാത്ത കഴിവ് തന്നെയാണല്ലോ എന്ന് ഗോവിന്ദ് മനസ്സിലാക്കുക. അപ്പോൾ അന്ന് ആ മുഖം കാണിച്ചാൽ കണ്ണിലേക്ക് ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് മനസ്സിലാക്കുക എന്താ ഇപ്പം ഗോവിന്ദേട്ടൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ പറയാമെന്ന് ഗീതു പറയാണ്. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുക ഇപ്പം പറ്റിയ അവസരം തന്നെയാണ്, പ്രണയം മുഴുവൻ കണ്ണിൽ വരുത്തിയിട്ട് ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അങ്ങനെ ഗോവിന്ദന് കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഗോവിന്ദ് ഗീതുവിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നാണം കൊണ്ട് എന്തൊക്കെയോ കൊണ്ട് അങ്ങനെ കണ്ണ് മാറ്റി അടയ്ക്കാൻ നോക്കുവാണ്. പക്ഷേ ഗീതു നല്ല രീതിയിൽ തന്നെ ഗോവിന്ദനെ കണ്ണിലേക്ക് നോക്കി. അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ്റെ കണ്ണിലെ എല്ലാ ഇതും ഞാൻ ആവാഹിച്ചെടുത്തു, ഞാൻ പറയാം എന്തിനു വേണ്ടി എന്താന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കണ്ണടച്ചിരിക്കും. അപ്പം ഗോവിന്ദ് വിചാരിക്കുക ഒരു കിസ് കൊടുത്താലോ. ഗോവിന്ദ് ഇങ്ങനെ ഉമ്മ കിസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഗീതു കണ്ണ് തുറക്കുവാണ്. ഗോവിന്ദേട്ടൻ എന്തിനോ വേണ്ടി യാചിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ എന്തിനു വേണ്ടി ഞാൻ യാചിക്കുന്നതെന്നിരിക്കും, അതെനിക്ക് മനസ്സിലായി എന്തിനാ യാചിക്കുന്നതെന്ന് പറയാമെന്ന് പറയുമ്പോൾ പറയും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടല്ലേ, ഫുഡ് കഴിക്കാമെന്നല്ലേ വിചാരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ യാചിക്കണേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ഗോവിന്ദന് പറയും ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തിയതാണ് കാണിക്കുന്നത്. രാധികാമ്മ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഗീതു ഇറങ്ങി വരുവാണ്. അപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രാധികാമ്മ ഗീതുവിനെ ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കും, ഗീതു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കള്ളത്തരമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം ഗീതു രാധികാമ്മ എടുത്തുകൊണ്ട് അതിലും വലിയ അങ്ങനെ കള്ളത്തരമല്ലേ നിങ്ങൾ കാണിക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഗോവിന്ദ് ഇപ്പോൾ കൂടെ ഉണ്ടെന്നോർത്ത് നീ ഒത്തിരി അങ്ങ് സന്തോഷിക്കേണ്ട, നിനക്ക് ഇതിനുള്ള കരച്ചിൽ തിരിച്ചടി നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് രേഖ അങ്ങ് മാറി നിൽക്കുവാണ്. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം രാധികാമ്മ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട പോലെ രാധികാമ്മ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും രേഖ വന്നിട്ട് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. പറയും എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. ഇത് നീ പ്രഗ്നൻ്റ് ആണെന്നോർത്താണ് രാധികാമ്മ ഇരിക്കുന്നത് എന്ന് ഗീതുവിനോട് രേഖ പറയട്ടോ. അപ്പം എന്താണേലും ആ പ്രഗ്നൻസിയുടെ കഥ വെച്ചിട്ട് ഇനിയാണ് ഗീതു അടുത്തൊരു നാടകം കളിക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.